ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാൻ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ചിദംബരം സംവിധാനം ചെയ്ത് മലയാള സിനിമയുടെ സീൻ മാറ്റിയ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. ഈ ചിത്രം ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ നിന്ന് നിങ്ങൾ ഈ ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ OTTയിലെങ്കിലും കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയങ്ങളുണ്ട്, നേരെ വീട്ടിലേക്ക് കിടക്കാം. സിനിമയിൽ വന്നിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളെയും നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഭിലാഷ് എന്ന കഥാപാത്രത്തിന്റെ സ്വഭാവത്തെ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നതാണ്. ആ ഒരു കഥാപാത്രം സുഭാഷ് ആ കുഴിയിലേക്ക് വീണതിന് ശേഷം പെട്ടെന്ന് സ്വബോധം നഷ്ടപ്പെട്ട രീതിയിൽ പെരുമാറുന്നതായും കൺട്രോൾ പോകുന്നതായിട്ടുമെല്ലാം കാണിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ കാണിക്കുമ്പോൾ അയാളെ മറ്റുള്ളവരെല്ലാം കൂടി വന്ന് തടയുന്നതായും പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ടും കാണാം. സോ ഈ ഒരു ക്യാരക്ടറിന്റെ ഈ ഒരു സ്വഭാവത്തെപ്പറ്റി മറ്റു പല സീനുകളിലൂടെയും കാണിച്ചിരുന്നു. അതായത് സിനിമയുടെ തുടക്കത്തിൽ ആ ഒരു വടംവലി മത്സരത്തിന്റെ തൊട്ട് മുന്നേയായി അവിടെ ഒരു തർക്കം ഉണ്ടാവുകയും പെട്ടെന്ന് ഈ അഭിലാഷ് എന്ന കഥാപാത്രം അവിടെ വന്നുകൊണ്ട് ഒരാളെ ചവിട്ടുന്നതായും കാണിക്കുന്നുണ്ട്. ആ സമയം കുട്ടേട്ടൻ എന്ന സൗബിന്റെ കഥാപാത്രം പറയുന്നുണ്ട്, നിനക്ക് അവന്റെ സ്വഭാവം അറിയാമല്ലോ എന്ന്. സോ ഈ ഒരു കഥാപാത്രം ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടുന്ന ഒരു സ്വഭാവക്കാരനായിട്ടാണ് അവിടെ കാണിക്കുന്നത്. ഇതുകൂടാതെ ആ ഗുഹയുള്ള താഴ്ചയിലേക്ക് പോകണോ വേണ്ടയോ എന്നൊരു തർക്കം വരുന്ന സമയത്ത് പെട്ടെന്ന് ഈ അഭിലാഷ് എന്ന കഥാപാത്രമാണ് ഒന്നും ആലോചിക്കാതെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകുന്നതായി കാണിക്കുന്നത്. സോ ഇങ്ങനെ വരും വരായികളൊന്നും ചിന്തിക്കാതെ എടുത്തു ചാടുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഇയാളെ കാണിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാകാം ഈ ഒരു കഥാപാത്രം അപ്പോൾ വയലന്റ് ആകുമ്പോൾ പെട്ടെന്ന് അവരെല്ലാം കയറി പിടിക്കുന്നതായും അയാൾ മുകളിൽ വന്ന് നിൽക്കുമ്പോൾ എടുത്തു ചാടുമോ, ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടുമോ എന്ന് മറ്റുള്ളവർ ഭയപ്പെടുന്നതായും കാണിക്കുന്നത്. കൂടാതെ സിനിമയുടെ അവസാനം അവർ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഈ ഒരു കഥാപാത്രം ആരോടും ഒന്നും പറയാതെ പെട്ടെന്ന് അവിടെ നിന്ന് ഒറ്റയ്ക്ക് പോകുന്നതായി കാണിക്കുന്നുണ്ട്. ഇതിന് കാരണമായി എനിക്ക് തോന്നിയത് ഇയാൾ അങ്ങനെ അവിടേക്ക് എടുത്തു ചാടി പോയത് കൊണ്ടാണ്, ആ ഗുഹയുള്ള ഭാഗത്തേക്ക് ഇയാൾ ആദ്യം പോയത് കൊണ്ടാണ് സുഭാഷിന് അങ്ങനെ ഒരു ആപത്ത് വരാൻ കാരണമായത്. സോ ആ ഒരു കുറ്റബോധം കൊണ്ടാകാം, തൻ്റെ എടുത്തുചാട്ടം കൊണ്ട് മറ്റൊരാൾക്ക് അത്തരമൊരു അനുഭവം വന്നു എന്നുള്ളൊരു കുറ്റബോധം കൊണ്ടാകാം സുഭാഷിനെ ഹോസ്പിറ്റലിലാക്കുന്ന സമയം ആരോടും ഒന്നും പറയാതെ അഭിലാഷ് അവിടെ നിന്നും പോകുന്നതായി കാണിക്കുന്നത്. സോ ഈ കാര്യങ്ങളെല്ലാം തന്നെ, ഈ അഭിലാഷിന്റെ ഈ ചെറിയ ചെറിയ സ്വഭാവത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ റിയൽ ലൈഫിലും നടന്നിട്ടുള്ളതാകാം. ഇനി അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതെല്ലാം നല്ല രീതിയിൽ സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രീനാഥ് ബാസി അവതരിപ്പിച്ച സുഭാഷ് എന്ന കഥാപാത്രത്തിന് ദൈവവിശ്വാസമൊന്നുമില്ല എന്ന് സിനിമയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. സോ ഈ ഒരു കാര്യം ഒന്നുകൂടി ഡീറ്റെയിൽ ചെയ്യുന്ന വിധം ഈ സുഭാഷിനെ കുട്ടേട്ടൻ എന്ന സൗബിന്റെ കഥാപാത്രം ടൂറിന് പോകാൻ വിളിക്കാനായി വീട്ടിൽ വരുന്ന സീനിൽ മതവും മനുഷ്യനും എന്നൊരു ബുക്ക് അവിടെ ഇരിക്കുന്നതായും കുട്ടേട്ടൻ എന്ന കഥാപാത്രം ആ ബുക്ക് എടുത്ത് വായിക്കുന്നതായും കാണിച്ചിരുന്നു. ഈ സുഭാഷ് എന്ന കഥാപാത്രത്തെ ആദ്യം ടൂറിനായി വിളിക്കുമ്പോൾ അയാൾ ടൂറിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്. പിന്നീട് അത് പൈസ ഇല്ലാത്തത് കൊണ്ടാണെന്ന് കാണിക്കുന്നുണ്ട്. സോ ഈ സീനുകളിൽ അയാളുടെ വീട് കാണിക്കുമ്പോഴും ആ കുടുംബത്തിന്റെ ദാരിദ്ര്യത്തെ, അവരുടെ പൈസയില്ലായ്മയെല്ലാം നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അതായത് അവരുടെ വീട്ടിൽ അമ്മയും 2 മക്കളും മാത്രമുള്ളതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ സൗബിൻ ആ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ താഴത്തെ നിലയിൽ മറ്റൊരു കുടുംബം താമസിക്കുന്നതായി കാണിച്ചിരുന്നു. സോ തീർച്ചയായിട്ടും അതൊരു വാടക വീടാകാനാണ് സാധ്യത. അവിടെ തന്നെ മുകളിലെ തേക്കാത്ത നിലയിലാണ് അവർ താമസിക്കുന്നത്. സോ കുറച്ചുകൂടി താഴ്ന്ന രീതിയിൽ വാടകയുള്ള വീട്ടിലാണ് അവർ താമസിക്കുന്നതെന്ന് കാണാം. കൂടാതെ അവരുടെ ബിമിന്റെ വാതിലായി കൊടുത്തിരിക്കുന്നത് ഒരു PVC ഡോറാണ്. സോ അത്രയും ദാരിദ്ര്യം നിറഞ്ഞ ഒരു വീട്ടിലാണ്, അല്ലെങ്കിൽ പൈസയ്ക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു വീട്ടിലാണ്, മിക്കവാറും നല്ല രീതിയിൽ വാടക കുറഞ്ഞിട്ടുള്ള ഒരു വീട്ടിലാണ് അവർ താമസിക്കുന്നതെന്നെല്ലാം ഈ സീനുകളിലൂടെ നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ നിന്ന് അവസാനത്തിലേക്ക് എത്തുമ്പോൾ പല കഥാപാത്രങ്ങളുടെയും സ്വഭാവത്തിൽ മാറ്റം വരുന്നതായി കാണിച്ചിട്ടുണ്ട്. ഒരുപാട് വൃത്തി നോക്കിയിരുന്ന കഥാപാത്രം അതെല്ലാം ഉപേക്ഷിക്കുന്നതായും ലാൽ ജൂനിയറും ബാലു വർഗീസും അവതരിപ്പിച്ചിരിക്കുന്ന ചേട്ടനനിയനും കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം ഇതെല്ലാം സിനിമയിൽ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടി മനോഹരമായി കാണിച്ചത് സിനിമയിൽ ഇവർ പല ഭാഗത്തും വെച്ച് വളരെ നിസ്സാരമായി കാണുന്ന, അല്ലെങ്കിൽ തള്ളിക്കളയുന്ന പലരും ഇവരെ സഹായിക്കാൻ വരുന്നു എന്നുള്ള കാര്യമാണ്. അതിൽ ആ ഫോട്ടോഗ്രാഫറെയും ടൂറിസ്റ്റ് ഗൈഡിനെയും എല്ലാം ഇവർ പല ഘട്ടത്തിലും ഒഴിവാക്കി വിടുന്നതാണ്. എന്നാൽ പിന്നീട് ഇവർക്ക് അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ ഇവർ സഹായിക്കാനായി വരുന്നുമുണ്ട്. എന്നാൽ ഇതുകൂടാതെ ഒരിക്കൽ ബിവറേജിൽ വെച്ച് ഇവർ മദ്യം വാങ്ങാനായി പോകുമ്പോൾ ഒരാൾ മദ്യത്തിനായി ഇവരുടെ മുന്നിൽ കൈനീട്ടുകയും ഇവർ അയാളെ തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് പോലീസുമായി വരുന്ന സമയം ഇവർ മദ്യത്തിനു വേണ്ടി മറ്റുള്ളവരുമായി വഴക്കിടുമ്പോൾ നേരത്തെ ഇവർ അവഗണിച്ചിട്ടുള്ള അതേ ആൾ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതായും കാണാം. അടുത്തത് ഒരു മിസ്റ്റേക്കായി തോന്നിയ കാര്യമാണ്. അതായത് ഇവർ ഒരു CD ഷോപ്പിൽ വെച്ചാണ് ഗുണ എന്ന സിനിമയിലെ പാട്ടുകൾ അടങ്ങിയിട്ടുള്ള ഒരു CD വാങ്ങുന്നതായി കാണിക്കുന്നത്. ഈ സമയം അവിടെ കുറെ അധികം CDകൾ ഇരിക്കുന്നതായും അതിൽ മമ്മൂട്ടിയുടെ ചിത്രമുള്ള ഒരു CD ഇരിക്കുന്നതായി കാണാം. അവിടെ കൊടുത്തിരിക്കുന്ന ആ ചിത്രത്തിന്റെ പേര് ഏതാണെന്ന് വ്യക്തമല്ല. എന്നിരുന്നാലും അവിടെ കൊടുത്തിരിക്കുന്ന പോസ്റ്റർ രൗദ്രം എന്ന ചിത്രത്തിലേതാണെന്നാണ് തോന്നുന്നത്.
സോ രൗദ്രം ഇറങ്ങിയിരിക്കുന്നത് 2008-ലാണ്. ഈ ചിത്രത്തിന്റെ കഥ നടക്കുന്നത് 2006-ലാണ്. സോ അത് അവർക്ക് സംഭവിച്ചിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആയിട്ടാണ് തോന്നിയത്. ഈ ചിത്രം ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് കൊണ്ടുവന്നതാണെന്ന് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ റിയൽ ലൈഫിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും അതേപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം പല ഫോട്ടോകളിലൂടെയും സിനിമയിൽ റീക്രിയേറ്റ് ചെയ്ത് നമ്മളെ കാണിക്കുന്നതുമാണ്. സോ റിയൽ ലൈഫിൽ നടന്നിട്ടുള്ളതാണെങ്കിലും അതല്ല ചിത്രത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണെങ്കിൽ പോലും ഈ ഒരു കഥാപാത്രങ്ങളുടെ ഒരു പ്രത്യേകതര സ്വഭാവത്തെ സിനിമയിൽ എടുത്തു തന്നെ കാണിച്ചിട്ടുണ്ട്. അതായത് അവരുടെ ആ ഒരു ഏജിൽ എന്ത് ചെയ്യരുതെന്ന് പറയുന്നു അത് ചെയ്യാനുള്ള ഒരു താല്പര്യം അവർക്കുണ്ടാകും. സോ ഇത്തരം ഒരു കാര്യത്തെ നല്ല രീതിയിൽ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ഫോട്ടോ എടുക്കരുത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതായും, ഒരു ഗാർഡനിൽ വെച്ച് പൂ പറിക്കരുത് എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ഷോട്ടിൽ അവിടെ നിന്നും ഒരു പൂ പറിച്ചുകൊണ്ട് വരുന്നതായും, അവരെല്ലാം ആ മരത്തിലിരുന്ന് ഫോട്ടോ എടുക്കുന്ന സീനിൽ അവിടെ ഈ ബാരിയർ ക്രോസ് ചെയ്യരുത് എന്ന് കൊടുത്തിരിക്കുന്നതിന്റെ തൊട്ടപ്പുറമുള്ള ആ മരത്തിൽ തന്നെ അവർ പോയിരുന്ന് ഫോട്ടോ എടുക്കുന്നതായും, ഇങ്ങനെ എന്ത് ചെയ്യരുത് എന്ന് പറയുന്നു അത് തന്നെ ചെയ്തുകൊണ്ട് ആ ഒരു പ്രായക്കാരുടെ സ്വഭാവത്തെയും നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ബാലു വർഗീസിന്റെ കഥാപാത്രത്തിന്റെ ടീഷർട്ടുകളാണ്. ഈ കഥാപാത്രം ഇടുന്ന ടീഷർട്ടുകളിലെല്ലാം എന്തെങ്കിലും ചിത്രം പ്രിന്റ് ചെയ്തിരിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. അതിൽ ഇവർ യാത്രയ്ക്ക് പുറപ്പെടുന്ന ദിവസം അയാളുടെ ടീഷർട്ടിൽ ഒരു റേസിംഗ് കാറിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. സോ തീർച്ചയായും അവരുടെ ആ ഒരു യാത്രയെ സൂചിപ്പിക്കുന്നത് പോലെയാണ് ആ ഒരു കാറിന്റെ ചിത്രം കൊടുത്തിരുന്നത്. പിന്നീട് ഇയാളിടുന്ന ടീഷർട്ടിൽ ടൈറ്റാനിക് എന്ന സിനിമയുടെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ടൈറ്റാനിക് എന്ന ചിത്രം നമുക്കറിയാം അതൊരു ദുരന്തത്തെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള സിനിമയായിരുന്നു. സോ ആ ചിത്രമടങ്ങിയ ടീഷർട്ട് ഇട്ടുകൊണ്ടുള്ള സീനുകളിൽ തന്നെയാണ് സുഭാഷിന് ആ ഒരു ദുരന്തം സംഭവിക്കുന്നതായും അതിൽ നിന്ന് അവർ തിരിച്ച് കരകയറുന്നതായിട്ടുമെല്ലാം കാണിക്കുന്നത്. പിന്നീട് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് സർവൈവ് ചെയ്ത് അവർ തിരിച്ച് വീട്ടിലെത്തുന്ന സമയം അയാൾ ഇട്ടിരിക്കുന്ന ടീഷർട്ടിൽ ലോസ്റ്റ് വിൽ സർവൈവ് എന്ന് കൊടുത്തിരിക്കുന്നതായും കാണാം. സോ ഇതിൽ നിന്നെല്ലാം അയാൾ ഇടുന്ന ടീഷർട്ടിൽ കൊടുക്കുന്ന ചിത്രങ്ങളെല്ലാം അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാമുള്ള ഒരു റെഫറൻസ് പോലെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഗുണാകേവിന്റെ ആ ഒരു ഭാഗത്തേക്ക് അനുവാദമില്ലാതെ കടന്നു വന്നിട്ടുള്ളവരിൽ മിക്കവരും യൂത്തന്മാർ അല്ലെങ്കിൽ ഗ്യാങ് ആയിട്ട് വരുന്നവരാണെന്ന് അവിടെയുള്ള പേരുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. സോ സിനിമയിൽ തന്നെ ഈ പ്രായത്തിലുള്ള ആളുകൾ മിക്കവരും നല്ല രീതിയിൽ മദ്യപിക്കുന്നവരാണെന്ന് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ മുൻപ് എപ്പോഴും അവിടെ വന്നിട്ടുള്ള ഏതോ ഒരു ഗ്യാങ്ങിലെ ആരോ ഉപേക്ഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ കുഴിയിലേക്ക് ഒരു രസത്തിനായ മറ്റോ എറിഞ്ഞിട്ടുള്ള വളരെ പഴക്കം ചെന്നിട്ടുള്ള ഒരു മദ്യക്കുപ്പി കുട്ടൻ സുഭാഷിന്റെ അടുത്തേക്ക് എത്തുന്ന സമയം തൊട്ടു മുകളിലുള്ള പാറയുടെ മുകളിൽ കിടക്കുന്നതായി ഡീറ്റെയിൽ ആയി തന്നെ കാണിച്ചിട്ടുണ്ട്. സുഭാഷ് എന്ന കഥാപാത്രത്തിന് ദൈവവിശ്വാസമില്ലെന്ന് ഖാലിദ് റഹ്മാൻ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രത്തിനോട് പറയുകയും ഖാലിദ് റഹ്മാന്റെ കഥാപാത്രം ദൈവം എന്നത് മുകളിൽ നിന്ന് വരുന്നൊരു വെളിച്ചമല്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. പിന്നീട് സുഭാഷ് ആ അപകടത്തിൽ നിന്നും സ്വയം രക്ഷപ്പെട്ട് മുകളിലേക്ക് വരുന്നു എന്ന രീതിയിൽ നമ്മളെ ഒരു സീനിൽ കാണിച്ചിട്ടുണ്ട്. ആ സമയം മുകളിലേക്ക് സുഭാഷ് നോക്കുമ്പോൾ നല്ല വെളിച്ചമുള്ളതായും അവിടെ അവരെല്ലാം നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും കാണിച്ചു പോകുന്നുണ്ട്. അതായത് കുട്ടിയായിരുന്ന സുഭാഷ് ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കുകയും അവിടെ നിന്ന് പേടിച്ചുകൊണ്ട് തൊട്ടപ്പുറമുള്ള മുറിയിലെ അമ്മയുടെയും അനിയന്റെയും കൂടെ വന്ന് കിടക്കുന്നതായിട്ട്. ഇതിന്റെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് സിനിമയുടെ അവസാനം ഒരു സീൻ കാണിക്കുന്നത്. എന്നിരുന്നാലും ഇവിടെ ഈ കുട്ടിയായിരിക്കുന്ന സുഭാഷിന്റെ സീനും ആ ഒരു ദൈവവിശ്വാസം അല്ലെങ്കിൽ മുകളിലുള്ള വെളിച്ചം എന്നുള്ള കാര്യവുമായി കണക്ട് ചെയ്ത് കാണിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് സുഭാഷ് ആ മുറിയിൽ നിന്നും പേടിച്ച് അമ്മയുടെ അടുത്ത് വന്ന് കിടക്കുമ്പോൾ അവിടെ അമ്മയുടെ മുറിയിൽ കുറച്ച് പൂക്കളും അരിയുമെല്ലാം വെച്ചിരിക്കുന്നത് പോലെ കാണിച്ചിട്ടുണ്ട്. അത് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ കാര്യമാണ്. സുഭാഷ് വരുന്ന മുറിയിൽ അങ്ങനെയുള്ളതായിട്ടൊന്നും കാണിച്ചിട്ടില്ല. സോ ഇവിടെ സുഭാഷ് ആ വെളിച്ചം കണ്ട് മുന്നോട്ട് പോകുന്നതായും അതോടൊപ്പം വിശ്വാസത്തിലേക്ക് പതിയെ കടക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന രീതിയിലുമാകാൻ കാണിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഗമായും അതോടൊപ്പം വളരെ ബ്രില്യൻ്റായി അവതരിപ്പിച്ചിരിക്കുന്ന ഭാഗമായിട്ടും എനിക്ക് തോന്നിയത് സിനിമയുടെ അവസാനത്തിൽ ഗുണ എന്ന ചിത്രത്തിലെ കൺമണി അൻപോട് എന്ന ഗാനം മനോഹരമായി ചേർത്തിരിക്കുന്നതാണ്. ആ സീനിൽ ലാൽ ജൂനിയർ ശ്രീനാഥ് ബാസിയുടെ കഥാപാത്രത്തെ എടുത്തുകൊണ്ട് ഓടാൻ തുടങ്ങുന്നതായി കാണിക്കുമ്പോൾ അഭിരാമിയെ താലാട്ടും സാമിയെ നാൻ താനെ തെരിയുമ എന്ന വരി തുടങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ ഗുണ എന്ന ചിത്രത്തിലും ആ പാട്ടിൽ ഈ വരികൾ തുടങ്ങുന്ന സമയത്ത് കമലഹാസൻ ആ നായികയെ എടുത്തുയർത്തിക്കൊണ്ട് നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ ആ വരികൾ വരുന്ന സമയത്ത് സിമിലർ ആയിട്ടുള്ള സീനുകൾ തന്നെയാണ് രണ്ടിടത്തും കാണിച്ചിരിക്കുന്നത്. പിന്നീടും ശ്രീനാഥ് ബാസിയെ എടുത്തുകൊണ്ട് ആ പാറയുടെ ഇടയിൽ കൂടി ഓടി വരുന്നതായി കാണിക്കുമ്പോഴും അതേ വരികൾ വരുന്ന സീനുകളിൽ യഥാർത്ഥ ഗുണ എന്ന സിനിമയിലും അതുമായി ബന്ധപ്പെട്ട സീനുകൾ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. കമലഹാസൻ ആ നായികയുമായി ഇത്തരത്തിൽ പാറയുടെ ഇടയിൽ കൂടി നടന്നു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ യഥാർത്ഥ ഗുണ എന്ന സിനിമയിലെ പാട്ട് ഇവിടെ വെറുതെ അങ്ങ് യൂസ് ചെയ്തിരിക്കുകയല്ല. യഥാർത്ഥ സോങ്ങിൽ വരുന്ന സീനുകളുമായി സിമിലർ ആകുന്ന സിറ്റുവേഷനുകളിൽ തന്നെ അത് യൂസ് ചെയ്യാനും അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ ചിത്രം കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്.
വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. ഈ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താം. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങളും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.